മതി. അതിൻ്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളോടൊന്ന് വായിച്ചു. Let's read from verse 1 as well. മതി. ഈ കടങ്കഥയെ ഒന്ന് വ്യാഖ്യാനിക്കാൻ പോവാണ്. 13 വാക്യം വായിച്ചാൽ ഈ കടങ്കഥയെ ഓർപ്പിച്ചിട്ട് ബാബേൽ രാജാവിനെയും അതുപോലെ ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബാബേൽ രാജാവിനെ സേവിക്കണം, ഒരിക്കലും നിങ്ങൾ മിസ്രൈം രാജാവിനെ സേവിക്കരുതെന്ന് പറയുകയാണ്. പക്ഷെങ്കിൽ ഈ കടങ്കഥ എന്താണ് എന്ന് നമ്മൾ അറിയണം. So through the story, what they're trying to say is you should not worship the king of Babel, the king of Egypt, but we need to understand in depth what the story is saying here. ലെബാനോനിൽ നിന്നും എടുത്ത ദേവദാരുവിന്റെ ശിഖരം എന്താണ്? What is this, the leaf that has been taken out of the cedar tree from Lebanon? യെഹെസ്കേൽ 16 അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളെ ഒന്ന് വായിക്കണം. നിങ്ങൾ ശ്രദ്ധയോടൊന്ന് വായിക്കണേ. ആരംഭത്തിൽ ചില വാക്യങ്ങൾ വായിച്ചാൽ മതി, അത് മുഴുവൻ ബാക്കിയുള്ളത് വീട്ടിൽ നമ്മളെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് യെഹെസ്കേൽ 16 അധ്യായം. അത് നിങ്ങൾ ധാരാളം പ്രവചനം, ധാരാളം ദൈവദാസന്മാരെന്നും ആ വിഷയം പ്രസംഗിച്ച് കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Let's read a few verses from the beginning of Ezekiel chapter 16. അപ്പൻ അമോര്യനും മതി. Your father was an Amorite and your mother a Hittite. ദേവദാരു എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു അപ്പൻ അമോര്യനാണെന്ന് പറയുന്നു. When they talk about deodar or cedar here, they're talking about the father being Amorite and mother being Hittite. ഇതൊരു കടങ്കഥയാണ്. This is a story. നമുക്കപ്പോൾ ഈ അമൂര്യനായ ദേവദാരു എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. So what is this Amorite cedar tree? ആമോസിന്റെ പ്രവചനം 2 അധ്യായത്തിന്റെ 9 വാക്യം വായിക്കാം. Amos chapter 2 verse 9. അമോര്യനെ അവൻ ഉപമിച്ചിരിക്കുകയാണ്. ഈ അമോര്യനെ ഉപമിച്ചിരിക്കുകയാണ്. എന്താണ്? ദേവദാരുവിനോട് ഉപമിച്ചിരിക്കുകയാണ്. So the Amorites are likened to cedar trees. ഇവിടെ ഓർപ്പിക്കാൻ ഇസ്രായേലിന്റെ വല്യപ്പൻ ആരാണ്? അമോര്യനായിരുന്നു. Here they are reminding that the Israelites' forefathers were Amorites. നമ്മൾ തിരുവചനത്തിൽ വായിക്കുമ്പോൾ അബ്രഹാം ആരാമ്യനായിരുന്നു എന്നാണ് കാണുന്നത്. When we read from the Bible, we read that Abraham was from Aram. എന്നാൽ ഇവിടെ പറയുന്നു അപ്പൻ അമോര്യനാണെന്ന് പറയുന്നു. But here we are reading they are Amorites. അപ്പോൾ ഈ ദേവദാരു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇസ്രായേൽ മക്കളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ചാണ്. So when we read about the cedar trees, we understand that they are talking about the forefather Abraham. അബ്രഹാമിനെ കൽദയദേശത്തു നിന്നും കനാനിലേക്ക് കൊണ്ടുവന്ന വഴിയെക്കുറിച്ചാണ് കടങ്കഥ പറയുന്നത്. The story is talking about the way that was taken from going from the land of the Chaldeans to the land of Canaan. ഈ വലിയപ്പനെ കൊണ്ടുവരുന്നത് അവൻ വലിയ ചിറകും പല നിറമുള്ള പപ്പ നിറഞ്ഞ ഒരു വലിയൊരു കഴുകനാണെന്ന് പറയുന്നു. And the person who took them over there is an eagle with large wings, is what is being said here. ആവർത്തന പുസ്തകം 32:10 പറയുന്നത്
Now, what we read in Deuteronomy chapter 32, verse 10, യഹോവയായ ദൈവം വലിയ കഴുകനായി ഇസ്രായേലിനെ ചിറകിന്മീതെ നടത്തിയെന്നാണ് പറയുന്നത്. the Lord Jehovah led Israel over the back of a great eagle. അപ്പൊ അബ്രഹാമിനെ സർവശക്തനായ ദൈവം ഈ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരും മുമ്പേ താനായിരുന്ന ആ കൽദയ ദേശമായ ഊരിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന ദൈവം അവനെ മാറ്റം വരുത്തിയ മാറ്റത്തെ കുറിച്ചാണ് ആരംഭത്തിൽ പറയുന്നത്. So when the great God of Israel is bringing Abraham, our forefather, out of the land of the Chaldeans, he's bringing about a change over there. കൽദയദേശത്തു നിന്നും ഈ ദേവദാരുവിന്റെ ശിഖരം ഒന്നെടുത്തു. And from the land of the Chaldeans, he took a leaf out of the cedar tree. ഉന്നതമായ നിലയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നുമാണ് അവന് വന്നതെങ്കിലും അവൻ്റെതാകുന്ന നിലവാരം വേറൊന്നായിരുന്നു ആരംഭത്തിൽ അവന്റെ പിതാവിന്റെ. Although he is from a very highly influential family, the beginnings, his father was of a different kind. എന്നാൽ അവനെ അവിടെ പാർക്കുവാൻ അനുവദിക്കാതെ അവിടെ നിന്ന് കൊണ്ടുവന്നു, കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. And then the Lord did not allow him to stay there, but he brought him out from there into the land of Canaan. അവനെ ഹാരാനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഹാരാൻ വഴി വരുമ്പോൾ പറയാണ് അവനെ അലരിവൃക്ഷം പോലെയാണ് കൊണ്ടുവന്നത്. And out of Haran, he comes out, and it says he's 17:4. Word 4. What is that? I don't know. Ezekiel, do you know? Yes, 17:4. Fourth word. Willow tree. Out of, and it says he brought him out of Haran, and he brought him and he's like a willow tree. ശ്രദ്ധിക്കുക, അത് പിന്നീടത് പൊക്കം കുറഞ്ഞ മുന്തിരിവള്ളിയായി വളർന്നു. And then he grew up like a large, a tall vine. ആരംഭത്തിൽ ഇത് മുന്തിരി ആയിരുന്നില്ല. It was not first a grape vine. വളരെ പൊക്കമേറിയ വളരെ വിഷമമേറിയ ഒരു വൃക്ഷത്തിന്റെ കൊമ്പായിരുന്നു ഇവൻ. He was the branch of a very tall tree. പണ്ട് നമ്മളായിരുന്ന അവസ്ഥയും ഇതിനോട് ഓർക്കുക. Now let us think about what we were once. നമ്മളായിരുന്ന അവസ്ഥയിൽ നിന്ന് സർവശക്തൻ നമ്മെ കൊണ്ടുവന്ന വഴിയെ നമ്മൾ ഓർക്കുക. Let us think about the ways the Lord has led us from the situations we were once നമ്മളെ in. രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ സർവശക്തൻ ഏതെല്ലാം വഴിയെ കൊണ്ടുപോയെന്ന് ഓർക്കുക. Let us think about all those ways the Lord has led us to transform our lives around. നമ്മുടെ മാതാപിതാക്കളുടെ നന്മ കൊണ്ടല്ല, നമ്മളുടേതാകുന്ന പിതൃപാരമ്പര്യത്തിന്റെ It is not because of any of the good deeds of our parents or anything of our forefathers that സർവശക്തൻ നമ്മെ വിളിച്ച് വേർതിരിച്ചത് നമ്മെ കൊണ്ടുവന്ന വഴിയെ ഓർക്കുക. Let us think about the great calling with which the Lord has brought us out. ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് കാണിപ്പാനുള്ള ദേശത്തേക്ക് പോക എന്ന് പറയുമ്പോൾ പുറപ്പെട്ട മണ്ഡലം ഓർക്കുക. Let us think about those days when the Lord said, leave your relatives, your loved ones, and come to the land I'm calling you out to. എനിക്കൊരു പാട്ട് വരുന്നുണ്ട്. ആഴിയെന്ന് ഓർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്ക് ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഈ പാട്ടൊക്കെ പാടി ഇന്ന് കൊണ്ടുപോകായിരുന്നു. ഇത് സ്വതം ദൈവമക്കളെ, സ്വതം നമ്മുടേതാകുന്ന പഴയകാല ജീവിതത്തെ നമ്മൾ ഓർക്കുക. Let us think about the days of old. അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച പോലെ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. Just like Abraham was called out from the days of old, we were called out as well. മറ്റൊന്നോർക്കുക, കച്ചവടമുള്ള ദേശത്താണ് തമ്പുരാൻ മുന്തിരിവള്ളിയാക്കി നട്ടിരിക്കുന്നത്. We were once a tall tree, and now he has brought us out and planted us with a grape vine. കച്ചവടമുള്ള ദേശത്തിന് ചില പ്രത്യേകതകളുണ്ട്, കച്ചവട കപ്പലിന് ചില പ്രത്യേകതകളുണ്ട്. And there are specialities about lands where there's merchandise, there's trade going on. സദൃശവാക്യം 30:14 വായിക്കാം. 31:14. Proverbs 31 verse 14. മാറി സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനയാണിത്. This is the prophecy, the word that the Lord has for the church. ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവന്ന്, the one that is bringing food from afar, അതേ ദേശത്തേക്ക് കൊണ്ടുവരുന്ന
ദേശത്താണ് ഈ മുന്തിരിയെ നട്ടിരിക്കുന്നത്. Into the land where they strayed, that is where this grape wine has been planted. നമ്മൾ മറന്നു പോകല്ലേ, ഈ സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം കൂടെ ഓർമ്മ വേണം. Let us also remember John 15 at this moment. ഇതിനെ ചേർത്ത് കൊണ്ടുപോകണം. This should be studied hand in hand. ഈ സമയത്ത് 19-ന്റെ 10 മുതലുള്ള വാക്യം കൂടെ വായിച്ചെങ്കിലേ ഈ ഭാഗത്തിന്റെ പ്രാധാന്യം കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. Ezekiel. Let us also remember to study Ezekiel 19 verses 10 hand in hand with this. വായിച്ചു. ആ അടുത്തേ വ്യാഖ്യാനിക്കാൻ വളരെ ആഗ്രഹമുള്ള സംഭവമായത്. എനിക്ക് സമയക്കുറവുണ്ട്. I wish to study, meditate on this, but there's ഇവിടെ പറയുന്ന അധിപതികളുടെ ചെങ്കോൽ ഞാൻ ഇസ്രായേലിലെ രാജാക്കന്മാരെയാണ് പറയുന്നത്. And they talk about a scepter and the ruler's scepter, and that is they talk about the kings. അതിലെ ഒരു കോലിൽ നിന്ന് തീ പുറപ്പെട്ടു എന്ന് പറഞ്ഞ ശലോമോനെ കുറിച്ചാണ് പറയുന്നത്. And from there one branch came out, and that they are referring to Solomon. ശലോമോൻ നിമിത്തമാണ് ഇവർക്ക് ഈ ദുർഗതി ഉണ്ടായതെന്ന് വ്യക്തമാക്കുകയാണ്. And they're saying it is because of Solomon that they had a fall. ഈ വിഷയങ്ങളൊക്കെ വ്യാഖ്യാനിച്ചു തന്നോളം എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. I have a great desire to go in details on this. നിന്റെ അമ്മ എന്ന് പറയുന്നത് ഇസ്രായേൽ സഭ. Your mother is mentioned here, and that is the church of Israel. നമുക്കറിയാം, ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. രണ്ട് അമ്മമാർ, ഒന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന സഭ, രണ്ട് പുതിയ നിയമ ഇസ്രായേൽ സഭ. In Galatians chapter 4:27, when you read, there are two mothers mentioned there. One is യഹസ്കേൽ പ്രവചനം വായിക്കണമെന്നില്ല, സമയക്കുറവാണ്. സ്തോത്രം. യഹസ്കേൽ പ്രവചനം 4-ാം അധ്യായത്തിന്റെ ഏതാണ്ട് 21 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ. എന്നാൽ 25 വായിച്ച ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലുണ്ട്. ഗലേഷ്യൻ. സ്വതം നിങ്ങളെ അത് വായിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്വതം. ഞാൻ ഇന്നത്തെ എനിക്ക് ദൂതെടുത്തോളം എനിക്ക് ആശയമുണ്ട്. സ്വതം. എന്നോട് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഈ സഭയെക്കുറിച്ചുള്ള സഭയുടെ ആത്മീക അനുഭവം അത് നഷ്ടപ്പെടാതിരിക്കാനും നഷ്ടപ്പെടുത്തുവാനുള്ള ശത്രുവിൻ്റെ മല്ലുകളും അതിൻ്റെ ബന്ധനങ്ങളും അതിൻ്റെ പോരുകളും നിങ്ങളെ വ്യക്തമാക്കുവാനുള്ള ആശയോടാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. I'm trying to preach here to tell you that there are a lot of spiritual battles that are going behind trying to uproot the church, and that is what I'm trying to convey here. ഇവിടെ പറയുന്ന ശലോമോന്റെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത് എപ്പോഴാണ് തുടങ്ങിയത്? So when did the beginning of the failure of Solomon begin? നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പരാജയം തുടങ്ങുന്നത് നമ്മൾ അറിയാതെ നമ്മൾ തുടങ്ങും. The beginning of the failure of our spiritual life actually starts even without our knowledge. അർഹതയില്ലാത്ത സ്ഥാനത്തു നിന്ന്, യോഗ്യതയില്ലാത്ത സ്ഥാനത്തു നിന്ന് നമ്മളെ കൊണ്ടുവന്ന് കച്ചവടമുള്ള വേഷാട്ടത ദൂരത്തു നിന്നും ആഹാരം കൊണ്ടുവന്ന് സ്തോത്രം ദേശത്തിന് കൊടുക്കാൻ വേണ്ടിയാണ്. So we have been brought into a land of trade out of a land that had nothing, so that we would be fruitful in this land. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഉയരത്തിലെ മന്ന ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. So when we were praying, we prayed, give us manna from above. ലോകമക്കൾക്ക് ഇത് ദൂരത്തുള്ളതാണ്. ലോകമക്കൾക്ക്, for the children of the world, it is very far. എന്നാൽ ദൈവമക്കൾക്ക് ഇത് വളരെ സമീപത്താണെന്ന് ആവർത്തന പുസ്തകം 30-11 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കണ്ട. And for the children of God, it is very close at hand. സ്വർഗം വളരെ അകലെയാണെങ്കിലും, even though the heaven is very far, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗം വളരെ അടുക്കലാണ്.
For those who pray, heaven is at hand, is very close. സ്വർഗ്ഗത്തിലുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകളെ ദേശത്തറിയിപ്പാൻ ദൈവമാക്കിയിരിക്കുന്നിടത്ത് ദൈവമക്കൾ വിശ്വസ്തരായിരിക്കേണ്ടതുണ്ട്. In order to proclaim the word of God, the people of God should be faithful in the land that the Lord has given them. എന്താണ് ഈ കച്ചവടക്കപ്പൽ എന്ന് പറഞ്ഞാൽ? And what are these trade ships? What do they mean? നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നും ഉള്ളിയും ഒക്കെ ഉരുളക്കിഴങ്ങും ഒക്കെ ആൻഡമാൻസിലേക്ക് പോകുന്ന ആൻഡമാൻസുകാരോട് ചോദിച്ചാൽ പറയും കച്ചവടക്കപ്പൽ എന്താണെന്ന് പറയും. And we know there are ships that take onions and other vegetables and all to the Andamans, and if you ask them, they will tell you what these trade ships are. അടുത്ത കപ്പൽ എപ്പോഴാണ് വരുന്നോ ആർത്തിയോടെ കാത്തിരിക്കുന്ന കപ്പലിനെ നോക്കി കാത്തിരിക്കുന്ന ഒരു നല്ല കച്ചവടക്കപ്പലായി ദൂരത്തു നിന്നുള്ള ആഹാരം കൊടുക്കുവാൻ ദൈവമക്കൾ എപ്പോഴും സന്നദ്ധരാകണം. We should always be eager to be like a trade ship that is willing to go to lands and give the best of our fruit. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. This is what the Lord desires of us. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ശലോമോന്റെ വീഴ്ച എപ്പോഴാണെന്ന് നമ്മൾ അറിയണം. We should know when Solomon began to fall. ശലോമോന്റെ വീഴ്ച എപ്പോഴാണെന്ന് ചോദിച്ചാൽ, If you ask when did Solomon begin to fall, നിങ്ങൾ വായിക്കണ്ട, എങ്കിലും ആ വേദഭാഗം നിങ്ങൾ കുറിച്ചിടുക. just note down the passage, don't read it yet. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ഒരാൾ രാജാവായാൽ അവൻ എന്ത് ചെയ്യണമെന്ന് അവനോടുള്ള പ്രത്യേക കൽപ്പന കൊടുത്തിട്ടുണ്ട്. In Deuteronomy 17 verse 15, it says if a person becomes king in Israel, what he should do. There are special commandments for that. ഞാൻ ഇതിലെ പല ഭാഗങ്ങളും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നില്ല. നിങ്ങൾ ആർത്തിയുള്ളവർ വീട്ടിൽ പോയി വായിക്കുവാൻ ആ വേദഭാഗം നിങ്ങൾക്ക് ഇട്ടുതരികയാണ്. നിങ്ങൾ എഴുതിയിട്ട് പോവുക. Those who have great desire, you should go home and read these passages, so note it down. അവിടെ പറയുന്നുണ്ട്, ഇസ്രായേൽ ഒരു രാജാവായാൽ അവൻ മിസ്രൈമിൽ കുതിരകളെ സമ്പാദിപ്പാൻ പോകരുത്. So it says over there, if you become the king of Israel, you do not go to multiply to have horses. അവൻ ആ വഴിക്ക് തിരിയരുത്. He should not even look in that direction. അടുത്ത പറയുന്നത്, അവൻ ഇസ്രായേലിൽ രാജസ്ഥാനത്ത് അവൻ ആയിരിക്കുമ്പോൾ, And it says as long as you're on the throne, പുരോഹിതന്മാരോട് ന്യായപ്രമാണത്തിന് ഒരു കോപ്പി എഴുതിയവൻ വാങ്ങണം. he should have a copy of the book of the law. എന്നിട്ട് ഈ കാറ്റലോഗ് അവൻ വായിച്ച ശേഷമേ ഭരണം തുടങ്ങാവൂ. And he should only begin to rule after beginning to read this manual. എന്ന് കൃത്യമായി ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. And that is clearly written from Deuteronomy 17:15 onwards. പക്ഷേ ശലോമോൻ രാജാവാകുമ്പോൾ, But when Solomon became king, അവൻ ഒന്നാമത് ചെയ്തത് മിസ്രൈമുമായിട്ട് സംബന്ധം കൂടുകയാണ് ചെയ്തത്. the first thing he did was get in relation with Egypt. ശലോമോന്റെ വീഴ്ച തുടങ്ങിയത് തന്റെ അവസാന സമയമല്ല, തന്റെ തുടക്ക സമയത്താണ്. Solomon's failure did not begin towards the end of his life, it began right at the beginning. എനിക്ക് വലിയ സങ്കടമായ ഒരു കാര്യം, നമ്മൾ 2 ദിനവൃത്താന്തം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ ശലോമോൻ അറിയാം, മിസ്രൈം രാജാവിന്റെ മകൾ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല കൊണ്ട് അവൾക്ക് വേറൊരു സ്തോത്രം കൂടാരം അവൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. In 2 Chronicles 8:11 we read that the people of Egypt should never come into Israel, so he made a special palace for the daughter of Egypt. ഒരിക്കലും നീ മിസ്രൈമുമായിട്ട് സംബന്ധം കൂടാൻ പാടില്ല എന്ന പ്രമാണം ഉണ്ടായിരിക്കെ, while the law still stands that you should not get into relationship with an Egypt person, ശലോമോൻ തുടക്കത്തിലേ തന്റെ പ്രമാണം ലംഘിച്ചു. Solomon broke that command right at the beginning. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, Now something that we always pay attention to, ശലോമോൻ ജ്ഞാനത്തെ ചോദിച്ചു ദൈവത്തോടെന്ന്. that Solomon asked wisdom from God. അത് കേട്ടിട്ട് ഒത്തിരി പേരും പറയാറുണ്ട്, ശലോമോൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഞാനും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. Many people say Solomon prayed for wisdom, so I will also pray for wisdom. ദൈവമക്കളെ ശ്രദ്ധിക്കുക, ശലോമോനിൽ ലഭിച്ച ജ്ഞാനം ഉയരത്തിലെ ജ്ഞാനമല്ലായിരുന്നു. Remember, the wisdom that Solomon received was not the wisdom from above. ശലോമോനിൽ ലഭിച്ച ജ്ഞാനം ഭൂമിയിലെ ജ്ഞാനമായിരുന്നു. The wisdom Solomon received was that of this earth. എനിക്ക് വളരെ വേദനയോടെ നിങ്ങളോട് ഈ കാര്യം പറയാൻ കഴിയത്തുള്ളൂ. It is with great pain that I am revealing this to you. ശലോമോൻ ഈ ഭൂമിയിലെ
ജ്ഞാനം ലഭിച്ചതുകൊണ്ട് And because Solomon received the wisdom of this world, തന്റെ ജീവാവസാനം വന്നപ്പോൾ when he reached the end of his life, മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുമോ? മനുഷ്യരുടെ ആത്മാവ് സ്പിരിറ്റ്, മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് പോകുമോ? ആർക്കറിയാം? he is asking, will the spirit of humans go to the earth and go to the heavens? Will the spirits of animals go into the earth? Who knows? He asks. ഈ ജ്ഞാനമൊന്നും ദൈവത്തോട് ചോദിക്കാത്ത ആത്മാവുള്ള ദാവീദ് പറയാണ്, അവൻ എൻ്റെ ആത്മാവിനെ അവൻ സ്വതന്ത്ര പാതാളത്തിൽ വിട്ടുകിടക്കയില്ല, എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല, അതുകൊണ്ട് എന്റെ ആത്മാവ് പാതാളത്തിൽ വിട്ടുപോകയില്ല. And yet David, who has not received the wisdom of the world, says, he will not let my soul suffer. He will not let my soul go into decay or into the grave. സലോമോൻ അറിയേണ്ടതൊന്നും അവൻ അറിഞ്ഞില്ല. Solomon did not know what he ought to know. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിച്ചാൽ അവന് എല്ലാ കടങ്കഥകളും അറിയാമായിരുന്നു. When we read 1 Kings chapter 4 verses 30, that he knew all the proverbs and all the wisdom of the world. അത് വായിക്കണ്ട, അവിടെ നിൽക്കട്ടെ. 4:30 സ്വത്രം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, എല്ലാം അവൻ അറിയാമായിരുന്നു. എന്ത്? ഭൂമിയിലുള്ളതൊക്കെ അവൻ അറിയാമായിരുന്നു, പക്ഷേ അവൻ ഉയരത്തിലുള്ളത് അറിഞ്ഞുകൂടായിരുന്നു. So he knew the wisdom, he had the wisdom of the world, but മറന്നുപോകല്ലേ, അവൻ ഇസ്രായേലിനെ ദൈവം നട്ടത് വളരെ അവൻ കച്ചവടമുള്ള ദേശത്ത് മുന്തിരിയായി നട്ടത് അവൻ ദൂരത്തു നിന്നും ആലോചന കൊടുത്ത് അവൻ ലോകത്തെ മുഴുവനും അവൻ ദൈവത്തിലേക്ക് നയിക്കേണ്ടതിനായിരുന്നു. So remember that the Lord had planted us and took us from the land of cedars and planted us into the land of traders, so that his purpose would be fulfilled in our lives, through our lives. ലഭിക്കേണ്ട ഉയരത്തിലെ ജ്ഞാനം അവനില്ലായിരുന്നു. He did not receive the wisdom from above. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, And the second thing that we need to pay attention to, 4:22 വാക്യം വായിക്കാം. 1 രാജാക്കന്മാർ 4:22 ഒന്ന് വായിച്ചാട്ടെ. അതൊന്ന് വായിക്കണമേ, ശ്രദ്ധിക്കണേ. നമ്മൾ മറക്കരുത്, നമ്മൾ ആത്മീകരാണ്. നമ്മുടെ ആത്മീകം നമ്മുടെ നഷ്ടപ്പെടരുത്. നമ്മുടെ ആത്മീകം ഫലം കായ്ക്കാനുള്ളതാണ്. ആത്മീകം ദേശത്തെ നേടുവാനുള്ളതാണ്. ഈ ചുറ്റുപാടുകളെ നേടുവാനുള്ളതാണ്. നമ്മളെ തകർത്ത് കളയുവാൻ സാധ്യതയുള്ള ഈ ലോകത്തിൻ്റെ ജ്ഞാനവും ഈ ലോകത്തിൻ്റെ ചിന്തയുമാണെങ്കിൽ നമ്മൾ ഈ നിലയിലായി പോകും. അത് നമ്മുടെ മുന്തിരിയെ തകർത്ത് കളഞ്ഞ്, നമ്മുടെ മുന്തിരിയെ ഉണക്കി കളഞ്ഞ് അത് പ്രയോജനമില്ലാതാക്കി കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 19:10 മുതൽ 14 വരെ വായിക്കാൻ പറഞ്ഞത്. So we should remember about our spirituality and the reason that we are here. If we put our focus on the things of the world, we'll lose our focus and we'll lose our spirituality. So that is why I said you need to pay attention to verses to the chapters from 15 through 19. ഒന്ന് വായിച്ചേ, 22 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. 1 Kings 4:22. 1 രാജാക്കന്മാർ 4. നിങ്ങളൊക്കെ അധികം വായിപ്പിക്കും. മതി. ഒരു 5-സ്റ്റാർ ഹോട്ടലിലെ ഒരു ദിവസത്തെ ഭക്ഷണത്തേക്കാൾ കൂടുതൽ രാജകൊട്ടാരത്തിൽ ഓരോ ദിവസവും വേണമായിരുന്നു. The royal household needed food much more than what is being served in a 5-star hotel. ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരുന്നു, 6 വർഷം നിങ്ങൾക്ക് വേല ചെയ്യാം. The law of Israel is that you may work for 6 years. 7-ാം വർഷം നിങ്ങളുടെ നിലത്ത് നിങ്ങൾ യാതൊരു വിധമായ കൃഷിയും ചെയ്യുവാൻ പാടില്ല. On the 7th year you should not harvest, you should not have any kind of crops on ആ വേദഭാഗമൊക്കെ ഞാൻ ലേവ്യ പുസ്തകത്തിൽ വായിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. The verses are there in the book of Leviticus, but due to time I'm not going there. 7-ാം വർഷം എന്ത് ചെയ്യണം? നിങ്ങളുടെ നിലത്തിലെ വിളവുകൾ പരദേശിക്കും
കാട്ടുമൃഗത്തിനും എല്ലാം തിന്നുവാൻ കൊടുത്തതിന്റെ ബാക്കി മാത്രമേ നിങ്ങൾ കഴിക്കാവൂ. On the 7th year, the grains and the fruit of your work should be given to the foreigners, to the wild beasts, and what is left over should only be consumed by your household. പക്ഷേ ശലോമോന് ഇതൊന്നും ബാധകമല്ല. But this is not applicable to Solomon. നമ്മൾ വായിക്കുന്നു ഈ നിത്യചെലവിനുള്ളത് കൊടുക്കേണ്ടത് ഓരോരോ ഗോത്രങ്ങളാണ്. And in order for this eternal expenditure on the royal household, each and every tribe is giving to that expenditure. 6 വർഷം കഴിഞ്ഞ് 7 വർഷം ഒരു വേല ചെയ്തേ മതിയാകുള്ളൂ. And after the 6th year, or even the 7th year, people had to work. അങ്ങനെ അവർ വേലയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. And Solomon made a change into the way people worked. മറന്നുപോലെ എന്നിട്ട് ശലോമോൻ ആകാശത്ത് തീയിറക്കി യെരൂശലേം ദേവാലയത്തിൽ യാഗം കഴിച്ചു എന്നുള്ള മറന്നുപോകല്ലേ. And yet remember that Solomon was able to bring down fire onto the sacrificial altar. ജനം വിചാരിച്ചു കാണും ഇതെല്ലാം ആത്മീകമാണെന്ന്. And the people might have thought this is all ഒരു സൈഡിൽ കൂടെ spiritual. ആത്മീകമാണ്. From one side there is spirituality. പക്ഷേ എന്തുകൊണ്ടത് സംഭവിച്ചു? And why did this happen? തന്റെ അപ്പനായ ദാവീദിന് ദൈവം വാഗ്ദത്തം കൊടുത്തതുകൊണ്ട് അവൻ യെരൂശലേമിൻ ദേവാലയം അവനെ കൊണ്ട് പണിയിച്ചു. Because God had promised his father David, God made him build the temple. ശലോമോന്റെ യാതൊരു നന്മ കൊണ്ടുമല്ല, തന്റെ അപ്പനോട് പറഞ്ഞ വാക്കിനെ പാലിച്ച ദൈവം അത് നിമിത്തമാണ് യെരൂശലേം ദേവാലയത്തിൽ ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തത്. It is not because of any of the goodness of Solomon, but because of the promise the Lord made to David that he made Solomon build the temple. എന്നാൽ നമുക്കറിയാം ദീർഘമായ 490 വർഷം അവർ 7-ാം വർഷത്തെ ശബ്ബത്ത് ആചരിച്ചില്ല. And for the 490 years they did not celebrate the Sabbath of the 7th year. ഈ 490 70 വർഷം ശബ്ബത്ത് എന്നുള്ളത് ദൈവം എടുക്കുന്ന സംഭവമാണ് ഈ 17-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നത്. And in chapter 17 is what is being reminded. After 70 years there's the Sabbath. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇനി ഒന്നുകൂടെ നിങ്ങൾ ഇന്ന് ഉറങ്ങുമായിരിക്കും. ഞാൻ ഈ വിഷയത്തെ എനിക്ക് വ്യാഖ്യാനിച്ചോളാം എനിക്ക് ആശയമുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ദൈവമക്കളെ, നമ്മൾ സുവിശേഷം കൊണ്ടും സങ്കീർത്തനം കൊണ്ടും മാത്രം ഇരിക്കാതെ പഴയ നിയമത്തിലെ ആശയങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് ഉണർവുണ്ടാകും. We should not just stick to the Gospels and Psalms and even read and meditate on the prophetic books, and that will rejuvenate our spiritual lives. നമ്മുടെ കേടുകൾ നമ്മൾ കണ്ടുപിടിക്കണം. We should find the faults that are within us. സമയാസമയങ്ങളിൽ കേടുകൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ ആത്മീകരാന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. If we don't find the faults within us time to time, we will think we are spiritual people and move on. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പരാജയം വരുമ്പോൾ വീഴ്ച പെട്ടെന്നായിരിക്കും. But when the failure comes in our spiritual life, that will come suddenly. നാം അതുവരെ വിചാരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പോകുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്, എൻ്റെ ആത്മികവും ഭൗമികവും ഒന്നിച്ചു കൊണ്ടുപോകുമെന്ന് വിചാരിച്ചാൽ We would think that I'm praying, I'm doing this, I'm doing that, I'm taking the spirituality and the things of the world side by side together. നമ്മുടെ ജീവിതത്തിലെ പരാജയം സംഭവിക്കുമെന്നുള്ളതിന്റെ ഒരു കടങ്കഥയാണ് നമ്മളുടെ കേൾക്കുവാനിട വരുന്നത്. And when we do that, what as we read over here in the Bible is an exemplary thing that we are just bound for failure. യിരെമ്യാ പ്രവാചകൻ പറയുന്നു, സ്തോത്രം, ഈ ജനം 70 വർഷം തന്നെ ബാബേൽരാജാവിനെ സേവിക്കും. And Jeremiah says that this people will 70 years ബാബേൽ will serve Babel for 70 years. ഒരു വേദഭാഗം വായിക്കണേ, 3-4 വേദഭാഗം വായിക്കണമായിരുന്നു, ഞാൻ അവിടെ വായിപ്പിക്കുന്നില്ല. വായിക്കാം. 2 ദിനവൃത്താന്തം 36:21. 2 Chronicles chapter 36 verse 21. അടിവര. സ്വത്രം ഈ യെഹെസ്കേൽ പ്രവചനം 19-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യത്തിലെ വിലാപം എന്ന് പറയുന്ന ഭാഗം എടുത്തിട്ട് ഇതിനെ അടിവരയിടണം. ഞാൻ നിങ്ങൾക്ക് ഇവിടെ എല്ലാം വാക്യങ്ങളുണ്ടെന്ന് ഞാൻ ഇപ്പം തരാം. പക്ഷെ നിങ്ങളെ അതിലെല്ലാം കൂടെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം.
വായിച്ചോ കറക്റ്റ് വായിര്. ആ സ്തോത്രം. ആമേൻ. തമ്പുരാൻ ഒന്നിച്ച് ആമേൻ സ്വതം 490 വർഷം ഇവർ ആ 7-ാം വർഷത്തെ ശബത്ത് ആചരിക്കാഞ്ഞതുകൊണ്ട് തമ്പുരാൻ ഒന്നിച്ച് ശബത്തിനെ ആചരിപ്പിക്കുവാൻ ഇടവരുത്തി. So since the people of Israel did not celebrate the Sabbath in the 7th year, he made them celebrate the Sabbath together of all those years at the end. ഇതാണ് യഹൂദയുടെ പ്രവാസകാലം. And this is the year, this is the time of exile for Israelites. ശ്രദ്ധിക്കുക, യഹൂദയുടെ പ്രവാസകാലം വല്യപ്പനായ അബ്രഹാമിനെ കൊണ്ടുവന്ന കൽദയ ദേശത്ത് തന്നെ കൊണ്ടുവന്ന് ഒന്നേനവരെ പഠിപ്പിക്കുവാനിട വരുത്തി. During the exile period, God taught them a lesson by taking them back to the land of the Chaldeans, the land of their forefather Abraham. യിരെമ്യാവ് പ്രവചനം 25-ാം അധ്യായത്തിലെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യിരെമ്യാവ് പ്രവചിക്കുന്ന ഭാഗമുണ്ട്. സ്തോത്രം. ആ ഭാഗമെടുത്ത് ആവർത്തന പുസ്തകം 36-ന്റെ 21 മുതലുള്ള വാക്യത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ ഭാഗം തന്നെയാണ് ദാനിയേൽ 9:2 കാണുന്നത്. സ്വതം ഇങ്ങനെ കണക്ഷനായിട്ട് കിടക്കുകയാണത്. അപ്പം വേണമെങ്കിൽ യിരെമ്യാവ് പ്രവചനം 25-ന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യം കൊണ്ടൊന്ന് വായിച്ചു. So let's read Jeremiah chapter 25 verses 8 onwards. ആ ആ ആ ആ ആ ആ ആ ആ ആ അടുത്തത് അടുത്തത് ആ അപ്പൊ ഏതൊക്കെ നിലയെ സേവിക്കും എന്നുള്ള അറിയാൻ വേണ്ടിയാ 8 തൊട്ട് വായിക്കാൻ പറഞ്ഞത്. എത്ര വർഷം സേവിക്കും? ഇതിന് കാരണക്കാരനാരാ? ശലോമോൻ. So now we understand how all, in which all manner the people of Israel are serving the enemy nations, and the reason behind this is അതാണ് നമ്മൾ എഹെസ്കേൽ പ്രവചനം 19-ൽ നമ്മൾ വായിക്കുന്നത്. അധിപതികളുടെ ചെങ്കോലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കോലിൽ നിന്ന് തീ പുറപ്പെട്ടു, മുന്തിരിയുടെ ഫലം ദഹിപ്പിച്ചു കളഞ്ഞു. സത്യം മുന്തിരിയുടെ അനുഭവത്തെ ഇല്ലായ്മ ചെയ്ത അധിപതിയാണ് ഏത് അധിപതി? സ്വത്രം ശൗളവനാണെന്ന് കൃത്യമായിട്ട് പറയുന്ന ഭാഗമാണ്. സ്വത്രം. That is why we read in Ezekiel 19 that there were scepters that came out from royal families that put out, that quenched the fire that came out from the land of the Chaldeans, and that is because of Solomon. ദൈവമക്കളെ, ഞാനൊരു പുസ്തകം വായിച്ചുള്ള അറിവല്ല. എനിക്ക് ഈ വിഷയം എനിക്ക് അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കടങ്കഥ അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് ദൈവസന്നിധി ഇരുന്നപ്പോൾ ദൈവം തന്ന ഈ വചനവ്യാഖ്യാനമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. I'm not saying this from any book. When I desired truly to understand the depth of what the Word of God is saying, I prayed in the presence of God to reveal the secrets, and that is how I got to know. ഈ വചനവ്യാഖ്യാനം തെളിയിക്കാൻ തിരുവചനത്തിന് മർമ്മങ്ങളെ വാക്യങ്ങൾ കൊണ്ട് കൊണ്ടുവരാൻ കഴിയും. If you will be able to understand the secrets that are stored in the Word of God. ഈ വിഷയം അറിയാൻ വേണ്ടി ഒരു സഭ എന്നെ വിളിച്ച് 3.5 മണിക്കൂർ തന്നു. And a church once called me to talk on the subject, and I had to take 3.5 hours. ഞാൻ ഈ വിഷയം തെളിയിച്ചു കൊടുത്തത് 3.25 മണിക്കൂർ കൊണ്ടാണ്. And I proved the subject in 3 hours 45 minutes. അപ്പോൾ ഈ വിഷയത്തെയാണ് നമ്മൾ 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തരുന്നതെന്ന് ഓർക്കണം. And remember that I right now have half an hour.
അതുകൊണ്ട് ഇതിന്റെ സമ്മറി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. So I'm just reminding you the summary. നമ്മൾ പണ്ടായിരുന്ന അവസ്ഥ നമ്മൾ അറിയണം. We should remember the situations we were in. നമ്മളെ ദൈവം കൊണ്ടുവന്ന വഴി അറിയണം. We should know the ways the Lord has led us. നമ്മളെ കൊണ്ടുവന്ന നട്ടതിനെ അറിയണം. And know that the Lord has planted us here. നമ്മളെ എന്തിനെ നട്ടു എന്ന് അറിയണം. And know why we have been planted here. നട്ട അവസ്ഥയെ നമ്മൾ വാസ്തവമായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ, And if we don't understand the reason why we are planted here, ശലോമോനെ പോലെ ഈ ലോകത്തിന്റെ ജ്ഞാനവും ഈ ലോകത്തിന്റെ ചിന്തയും ആത്മീയത്തിൽ കൂട്ടിക്കുഴച്ചാൽ, like Solomon, if we mix the things of this world with the wisdom of this world and the things from above, നമ്മുടെ ജീവിതത്തിലെ ഉയരത്തിലെ ജ്ഞാനം ഇല്ലാതെയാകും. we will be without the wisdom from above. നമ്മുടെ കർത്താവ് പറഞ്ഞു, രണ്ട് യജമാനന്മാരെ ആർക്കും സേവിപ്പാൻ കഴിയുകയില്ല. Our Lord had told you cannot serve two masters, അങ്ങനെ വന്നാൽ ഒരുവനോട് പറ്റി മറ്റവനെ നിങ്ങൾ ത്യജിച്ചു കളയും. because you will be sticking to one and despise the other. നിങ്ങൾക്ക് ദൈവത്തെയും മമ്മോനെയും ഒരുമിച്ച് സ്നേഹിപ്പാൻ കഴിയത്തില്ല. You won't be able to serve God and Mammon. ഞാൻ ഇപ്പോൾ പറയുന്ന ഭാഗം ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യത്തിൽ നിങ്ങൾ കാണാൻ കഴിയും. What I said right now is from Luke 16 verse 10 onwards. I mean, നമ്മൾ രണ്ടിനെ കൂടെ ഒന്നിച്ച് സേവിക്കാൻ പോയാൽ ശലോമോന് പറ്റിയ പോലെ നമുക്ക് പറ്റും. If we try to serve two masters, we will be ending up like Solomon. അർഹതയില്ലാത്ത നമ്മളെ, യോഗ്യതയില്ലാത്ത നമ്മളെ, ഈ വലിയ ചിറകുള്ള പലനിറമുള്ള പപ്പ് നിറഞ്ഞ ഈ വലിയ കഴുകൻ നമ്മെ ചിറകിന്മേൽ വഹിച്ചു കൊണ്ടുവരികയാണ്. And we who are not worthy, who do not have any skills, have been brought on the back of a powerful eagle. ആവർത്തന പുസ്തകം 32-ന്റെ 9-10 വാക്യം ഒന്ന് വായിക്കണമേ. Let's read Deuteronomy chapter 32 verses 9 and 10. ആവർത്തനം 32-ന്റെ 9-10 ഒന്ന് വായിക്കണമേ. അടുത്ത അടുത്ത സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, ഞാൻ വളരെ സങ്കടത്തോടും വളരെ വേദനയോടും വളരെ കഷ്ടത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. With great grief, with great sorrow, I am telling you this. അനേകർക്കും ലഭിക്കാത്ത ഭാഗ്യപദവി തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. The Lord has blessed us with a lot of blessings that many people അർഹതയില്ലാത്ത haven't സ്ഥാനത്ത് നിന്ന് received. യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. The Lord has brought us to a place which we did not deserve. നമ്മൾ ദൈവിക പ്രമാണത്തെ നമ്മൾ വായിക്കണം. We should read the commandments of the Lord. ശലോമോൻ ദൈവിക പ്രമാണം എടുക്കേണ്ടതായിരുന്നു. Solomon was supposed to take the law of the Lord. ഒരു പക്ഷേ നിങ്ങളത് വായിക്കുകയായിരിക്കും. ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ട് 22 വരെയുള്ള വാക്യങ്ങളെ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. Let us read Deuteronomy chapter 17 ഒരാൾ verses സ്ഫുടമായിട്ട് 15 വായിച്ചാൽ മതി. ഇവിടെ onwards. ട്രാൻസ്ലേഷൻ ചെയ്ത് വായിക്കണ്ട. ആ ഭാഗം ഒന്ന് വായിച്ച് കേൾക്കണം. ഒരു രാജാവ് ചെയ്യേണ്ടുന്ന കാറ്റലോഗ് കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ശലോമോൻ അത് ശ്രദ്ധിച്ച് നോക്കിയില്ല. തൻ്റെ ജീവിതം അങ്ങനെ ആയതുകൊണ്ട് ഒരു ദേശം മുഴുവനും തകർന്നു പോയി. നമ്മൾ വെള്ളമുള്ള സ്ഥലത്ത് കൊണ്ട് നട്ടു. ദൂരത്തു നിന്നും ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ കൊടുക്കേണ്ടവരാണ്. എന്നാൽ നമുക്കത് കഴിയാതെ ഈ ലോകത്തിൻ്റെതായ ചിന്തകൾ കൊണ്ട് യാത്ര ചെയ്ത് ദൈവവചനത്തെ വേണ്ടുപോലെ ഗ്രഹിക്കാതെ പോയാൽ ദൈവം നമ്മെ ആക്കിയതിന്റെ അനുഭവത്തിൽ ആകുവാൻ കഴിയയില്ല. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് വായിക്കണമേ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടി പാർത്ത ശേഷം എന്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാനൊരു രാജാവിനെ എന്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേലാക്കണം. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തിനെ നിന്റെ മേൽ രാജാവാക്കണം. നിന്റെ സഹോദരനല്ലാത്ത ഒരു അന്യജാതിക്കാരനെ നിന്റെ മേലാക്കിക്കൂടാ. എന്നാൽ അവന് കുതിര അനുമതി ഉണ്ടാകരുത്. അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുതെന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിക്കുവാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും വരുത്. അവൻ തന്റെ
രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതി എടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ചു നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവന്റെ കൈവശം ഇരിക്കുകയും അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ച് എരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. സ്തോത്രം. ശ്രദ്ധിച്ചല്ലോ, രാജാവിന് കൊടുത്ത കാറ്റലോഗാണിത്. This is the manual that has been given to the king. ഒന്ന് രാജാക്കന്മാർ 3-ാം അധ്യായം എടുത്തേ. Let us turn to 1 Kings chapter 3. 1 മുതലുള്ള വാക്യം നോക്കി. Verses 1 onwards. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിച്ചു. ശലോമോൻ തെറ്റിയത് അവസാനമല്ല, ശലോമോൻ തെറ്റിയത് തൻ്റെ ഭരണം തുടങ്ങിയപ്പോൾ തന്നെയാണ്. Solomon did not falter or fail in the end. He failed right at the beginning of his rule. അവൻ നിശ്ചയമായും ഈ അവന് വേണ്ടിയുള്ള പ്രമാണമെങ്കിലും പുരോഹിതനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അവൻ ദിനംതോറും വായിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, if he had made a copy of the law for the kings and had it read out to him, and if he had followed the law, ഇത്തരത്തിലൊരു ഗ്രഹപ്പഴ ഇസ്രായേൽ മക്കൾക്കുണ്ടാകയില്ലായിരുന്നു. such a big failure would not happen to the children of Israel. ഓർക്കുക, നമ്മളെ ഓരോരുത്തരെയും തമ്പുരാൻ വിളിച്ചു വേർതിരിച്ചു. Remember, God has called each and every one of us out. നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. And God has a plan for each and every one of us. ആ പദ്ധതി കാറ്റലോഗ് വായിച്ചു മനസ്സിലാക്കി നമ്മൾ എടുക്കേണ്ടതുണ്ട്. And we need to know what our purpose is by reading the manual, the word of God. എന്തുകൊണ്ട് നമ്മൾ എടുക്കണം? ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് വേർതിരിച്ച് ഇവിടെ കൊണ്ടുവരുവാൻ അർഹതയോ യോഗ്യതയോ ഇല്ലാത്ത നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതിനെ നമ്മൾ മറന്നു പോകരുത്. We should not forget that while we were unworthy, God has called us out and placed us over here. ദൈവം ചെയ്ത ഉപകാരത്തെ നമ്മൾ മറന്നു പോകരുത്. We should not forget the benefits that God had done. ദൈവം നമ്മെ എന്തിനു കൊണ്ടുവന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. We need to know the purpose for which God has called us here. അതിന് നമ്മൾ തിരുവചനത്തെ ധ്യാനിക്കുകയും വായിക്കുകയും വേണം. And for that we need to study and meditate the word of God. നമ്മളിലൂടെ അനേകർ ആശ്വാസം കണ്ടെത്തേണ്ടതുണ്ട്. And a lot of people should be able to find നമ്മളിലൂടെ peace through അനേകർ us. വിടുവിക്കപ്പെടേണ്ടതുണ്ട്. A lot of people should be relieved through us. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. A lot of people should be delivered through us, and the word of God says, be in me and I will be in you. നമ്മൾ ശരിക്കും ഒരു മുന്തിരി ആയിരുന്നില്ല. We were not part of the grapevine. കൃപയുടെ മഹത്വത്താൽ അവൻ ആ സത്യമുന്തിരിയോട് നമ്മെ ചേർത്ത് അവൻ ബന്ധിച്ചതാണ്. But it is because of the abundance of grace that we have been planted and pasted on to the grapevine. നിങ്ങളിൽ വളരെ ബലം കായ്ക്കേണ്ടതിന് അവൻ ചത്തി വെടിപ്പാക്കും, പക്ഷേ പിന്നെയും അവന്റെ ബലമുള്ള കൈക്കിടിത്താണ് ഇരിക്കേണ്ടതുണ്ട്. Because we would bear more fruit, he will keep pruning us, but we should be sitting under his mighty hand. അവന് വേണ്ടി നാം ബലം കായ്ക്കേണ്ടതുണ്ട്. And we should be bearing fruit for him. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നിങ്ങൾ മറന്നു പോകല്ലേ. Let us not forget John chapter 15. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് ലോകപ്രകാരമുള്ള യാത്രയല്ല. Apart from me you can do nothing, and that is not the way of the world. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലുള്ള ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഫലം കായ്ക്കേണ്ട വിഷയമാണ്. For the spiritual life you have to be bearing fruit. നമ്മൾ ശലോമോനെ പോലെ അവൻ ജ്ഞാനിയാണെന്ന് തോന്നും, പക്ഷേ ദൈവത്തിന് ഫലമില്ലാതെ അവൻ ദേശത്തെ നശിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് വന്ന പോലെ നമ്മൾ ആകരുത്. You may think Solomon is a wise man, but without spiritual gifts and without spiritual fruits, we should not be someone like him. എഹെസ്കേൽ 19-ാം വാക്യം മാത്രം വായിക്കാം. ഞാൻ ഇനി അതിന് മുമ്പോട്ട് പോവുകയില്ല. Let us read Ezekiel 19 verse 11. 14 19.
അമ്മേ മുന്തിരിയുടെ ഫലം ദഹിപ്പിച്ചു കളി, മുന്തിരിയുടെ ഫലം ഇല്ലാതായി. അടുത്തത് സലോമോന് ശേഷം ആമേൻ രാജത്വം അതിൻ്റെ നിലയിലായില്ല. അടുത്തത് സ്വന്തം അവസാനം പ്രവാചകൻ പറയുവാണ് ഇതൊരു വിലാപം. And in the end it is being said this is a funeral song. നമ്മളെ തെരഞ്ഞെടുത്തത് ദൈവത്തിന് അവസാനം വിലാപമാകരുത്. It should not be a funeral song or a lamentation for God that he chose us. എസ്കേൽ 15-ാം അധ്യായത്തിൽ പറയുന്നു ആമേൻ കാട്ടിലെ ചെടികളിൽ മുന്തിരിക്കെന്ത് ഗുണമുണ്ട്, അതിൽ നിന്നും ആമേൻ പണിയാൻ ഒരു ആണി എടുക്കാൻ കഴിയുമോ? And in Ezekiel 15 it says, what is the purpose of a wild plant? Can it do anything? മുന്തിരിക്ക് അതിന്റെ ഫലമുണ്ടെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. A grapevine is only useful if it bears fruit. മുന്തിരിയുടെ ഫലത്തെ ദഹിപ്പിക്കുന്ന തലത്തിൽ നമ്മുടെ ചിന്ത ഭൗമികത്തിലേക്ക് തിരിയരുത്. Our thoughts should not turn to the world in such a way that this grapevine will be put into fire. ഇന്ന് രാത്രി കർത്താവ് എന്നോട് ശക്തമായി ഇടപെട്ടു ഈ ഭാഗം എടുത്ത് സംസാരിപ്പാൻ. The Spirit of the Lord spoke to me urged me to talk from this portion. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ ജനത്തെ എനിക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ കഴിയും? I prayed, oh Lord, how will these people understand? ഞാൻ എളുപ്പം പറയുന്നോണ്ടേ അമ്മ സമയക്കുറവുണ്ട്, ഞാൻ ഷോർട്ട് കട്ട് കയറി സംസാരിക്കാറുണ്ട്. And because of the lack of time I would sometimes speak in shortcuts. അപ്പോൾ മനസ്സിലാകുന്നില്ല എന്നൊരു പരാതിയും വരാറുണ്ട്. And sometimes I would get complaints that people are not understanding. പക്ഷേ ദൈവമക്കളെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. But I hope you have been able to understand. അർഹതയില്ലാത്ത സ്ഥാനത്തൊന്ന് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഒരിക്കൽ ലെബാനോനിലെ ദേവദാരുവായിരുന്ന നമ്മെ ആമേൻ ആ കുടുംബത്തിൽ നിന്ന് ഒരു ശിഖരമായി കർത്താവ് വേർതിരിച്ചു. നമ്മെ കൊണ്ട് അലരി പോലെ നമ്മളെ കൊണ്ട് കച്ചവടമുള്ള വേസ്റ്റ് നട്ടു വളരെ പൊക്കം കുറഞ്ഞ മുന്തിരിയാക്കി ദൈവം നമ്മെ തീർത്തതാണ്. From a place which we did not deserve, the Lord had taken us out from the branch of a cedar tree and planted us as a grape into the grapevine so that we would bear fruit for God. കർത്താവ് പറഞ്ഞു, എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. And the Lord said, if my word rests in you and your word and you rest in me, then whatever you ask of me I will give. 15:7 പറയുവാണ് ആമേൻ കർത്താവിന്റെ വചനം നമ്മളിൽ വസിക്കണം. And John 15:7 says the word of God should be in us. നമ്മൾ കർത്താവിൽ വസിക്കണം. We should reside in God. ഇത് പേടികിട്ട് മാറുവാനുള്ളതല്ല. This is not for dispelling fears. ഇത് ഞാൻ കുറച്ച് പഠിച്ച് സ്കോളർ ആകുവാനുള്ളതല്ല. This is not for me to study and become a scholar. ഇത് നമ്മുടെ ജീവന്റെ ആധാരമായി തന്നിരിക്കുന്നതാണ്. This is for our daily living. ജീവന്റെ ആധാരം, ജീവന് വേണ്ടി. ഓക്കെ, സ്വതം നമുക്ക് വേണ്ടി ആമേൻ കാൽവറിയിൽ തകർക്കപ്പെട്ട കർത്താവ് ആമേൻ അർഹതയില്ലാത്ത നമ്മളെ, യോഗ്യതയില്ലാത്ത നമ്മളെ ഈ വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മൾ നന്ദിയോടെ ഓർക്കണം. This has been given to us as a source of life, and we should be ever grateful that the Lord has brought us out and be serving God. ആകയാൽ ആമേൻ സ്വതം ഈ സത്യമുന്തിരിയായ യേശുക്രിസ്തുവിൽ ആമേൻ സ്വതം ഒരു നല്ല കൊമ്പായി വളരെ ഫലം കായ്പാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദേശത്ത് അനേക ആത്മാക്കളെ നേടുവാൻ, അനേകർക്ക് ദൂരത്തു നിന്നും ആഹാരം കൊണ്ട് കൊടുക്കുന്ന ഒരു നല്ല കച്ചവട കപ്പലായി അനേകരെ നേടുന്ന ദൈവമക്കളായി നമുക്ക് ഓരോരുത്തർക്കും തീരാം. അങ്ങനെ ഈ LPC സഭ ദേശത്ത് വർദ്ധിച്ചു പടരട്ടെ. So let us be like those the trade ships that are producing fruit and becoming a benefit to the society and all, and let us all turn into spiritual people. This is my prayer. തിരുവചനം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർക്ക് പോലും തിരുവചനത്തെ ഉപദേശിക്കുവാനുള്ള ആമേൻ അനുഗ്രഹം ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. God has blessed us with such a blessing that we will be able to impart the knowledge of the word of God to those who have never heard from the word. ആ അനുഗ്രഹത്തിൽ വർദ്ധിച്ചു വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. And may the Lord bless us so that we will be abounding in that grace. ദൈവമഹത്വത്തിനായി നമ്മളെ സമർപ്പിക്കാം. Let us submit ourselves unto God. ആഴിയെന്നോർത്തില്ല
ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല, അഴിയം നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു നീ വരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു ഞാൻ വരുവാൻ. യാഹവേ, നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹവേ, നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ. അലയാതിഘോരം തോന്നുന്നു ഭീതിയ ഹൃദിഭാരം. അലറുന്നീയാഴിയിൽ അലയാതിഘോരം തോന്നുന്നൻ ഭീതിയ ഹൃദിഭാരം. പാദങ്ങളാഴത്തിൽ കാണുന്നു പ്രിയനെ, എന്നു ഗാത്രകാരമദീനാ. പാദങ്ങളാഴത്തിൽ കാണുന്നു പ്രിയനെ, എന്നു ഗാത്രകാരമദീനാ. യാഹവേ, നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. എന്നിലും പാത്ത്, എന്നിലും ശാന്ത, വിനുതകർന്നീ ഓർക്കളത്തിൽ. എന്നിലും പാത്ത്, എന്നിലും ശാന്ത, വിനുതകർന്നീ ഓർക്കളത്തിൽ. കാണുന്നു ഞാനത്തി ദൂരങ്ങൾ ഭീകരം, വീരവും മാർഗത്തിൽ വീണവേ. കാണുന്നു ഞാനസ്തി ദൂരങ്ങൾ ഭീകരം, വീരവും മാർഗത്തിൽ വീണവേ. ഓയായേ, നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. യാഹവേ, നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. സ്തുത്യർഹമേ തവ നാമം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ,